നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ രാഹുൽ എപ്പോഴും ഓട്ടത്തിലായിരുന്നു. ഇടയ്ക്കിടെ ഫോണിൽ തെളിയുന്ന അച്ഛൻ എന്ന പേര് അവൻ പലപ്പോഴും അവഗണിച്ചു. പിന്നെ വിളിക്കാം എന്നൊരു സന്ദേശത്തിൽ ആ സ്നേഹത്തെ അവൻ ഒതുക്കി. ഒരു ശനിയാഴ്ച രാത്രി വൈകി വന്നപ്പോഴും അച്ഛൻ്റെ 3 മിസ്ഡ് കോളുകൾ ഫോണിലുണ്ടായിരുന്നു. പതിവ് പോലെ രാഹുൽ അത് ഗൗനിച്ചില്ല. പിറ്റേന്ന് രാവിലെ അവനെ തേടിയെത്തിയത് അച്ഛൻ്റെ മരണവാർത്തയായിരുന്നു. തളർന്നുപോയി രാഹുൽ നാട്ടിലെത്തിയപ്പോൾ കണ്ടത് അച്ഛൻ്റെ പഴയ ഫോണാണ്. വിറയ്ക്കുന്ന കൈകളോടെ അവനത് തുറന്നു. ഇൻബോക്സിൽ അയക്കാത്തൊരു സന്ദേശം ഡ്രാഫ്റ്റായി കിടപ്പുണ്ടായിരുന്നു. മോനെ, നിനക്ക് തിരക്കാണെന്നറിയാം. അച്ഛന് വയ്യാതിരിക്കുകയല്ല. പക്ഷേ ഇന്ന് നിന്റെ ജന്മദിനമാണ്. നീ ജനിച്ച അന്ന് നിന്നെ കൈകളിലെടുത്തപ്പോൾ തോന്നിയ ആ സന്തോഷം ഒരിക്കൽ കൂടി നിന്നോട് പങ്കുവെക്കണമെന്ന് തോന്നി. നിനക്കിഷ്ടപ്പെട്ട പായസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വരിക. അന്ന് രാത്രി രാഹുൽ വിളിക്കാത്ത ആ ഫോൺ കോളിന് പിന്നീട് ഒരിക്കലും മറുപടി ലഭിക്കില്ലെന്ന് അവൻ വേദനയോടെ ഓർത്തു. ആ പായസം അപ്പോഴേക്കും തണുത്തുറഞ്ഞു പോയിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാൻ നാം മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും പിന്നീട് വലിയ സങ്കടമായി മാറുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരികെ കിട്ടാത്ത കാലത്തെ ഓർത്ത് ആ മകൻ വിങ്ങിക്കരഞ്ഞു.